ആണല്ലോ. അത് ശരി, അച്ഛൻ ഒന്നും കഴിച്ചില്ലേ? എന്താ അച്ഛാ ഇത്? ഞാൻ എല്ലാം എടുത്ത് വച്ചിട്ടല്ലേ അമ്പലത്തിൽ പോയത്. സമയത്തിന് മരുന്നുള്ളതല്ലേ. നീ കൂടെ വന്നിട്ട് കഴിക്കാന്ന് കരുതി. അച്ഛൻ വാ, ഞാൻ എടുത്തു തരാം. മോളെ കിരൺ വിളിച്ചിരുന്നോ? ഇല്ല അച്ഛാ, സമയാവുന്നതല്ലേ ഉള്ളൂ. അവൻ പഠിക്കുന്നുണ്ടോ അതോ കറങ്ങി അടിച്ച് നടക്കുവാണോ? ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അവനെ പഠിപ്പിക്കുന്ന ഈ വിചാരം വല്ലത് അവനുണ്ടോ? അവൻ നന്നായി പഠിക്കുന്നുണ്ട് അച്ഛാ. ആ, എന്നാ അവന് കൊള്ളാം. അച്ഛാ, അച്ഛനെന്താ ആലോചിക്കുന്നേ? എന്റെ മോളെ പറ്റിയല്ലാതെ ഞാൻ വേറെ എന്തിനെ പറ്റി ആലോചിക്കാൻ? ഞാനിനി എത്ര നാളെന്ന് വെച്ചിട്ടാ കണ്ണടയിൽ നിന്ന് നിന്നെ നല്ലൊരാളെ കയ്യിലേൽപ്പിക്കണം. നല്ലൊരാലോചന വന്നാ ഞാനത് നടത്തും. എന്റെ മോള് ഒഴിവുകേടൊന്നും പറയരുത്. അയ്യോ സോറി, ഞാൻ എന്നാ പെട്ടെന്ന് വന്നപ്പോ അറിയില്ല. സോറി. സാരമില്ല കുട്ടി, പൂജയ്ക്കുള്ള പൂക്കളല്ലേ താഴെ വീണത്. ഇതിനിപ്പോ ദേവിക്ക് ചാർത്താനും കഴിയില്ല. അത് കുഴപ്പമില്ല, അത് വേറെ വാങ്ങാം. അത് പോട്ടെ, കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും പൂജയ്ക്ക് കൊണ്ടുവന്ന പൂക്കള് അത് താഴെ പോയില്ലേ, അതാ എനിക്ക് വിഷമായത്. സോറി കുട്ടി, ഇതിപ്പോ എത്രാമത്തെ സോറി പറയണേന്ന് അറിയോ? മൂന്നാമത്തെ. എന്താ കുട്ടിയുടെ പേര്? കീർത്തന. വിരോധമില്ലെങ്കിൽ പൂമാല ഞാൻ വേറെ വാങ്ങി തരട്ടെ? സാരമില്ല, കുട്ടി വെക്കോ. ഇന്നെന്താ വൈകിയത്? മാനവ് വിളിച്ചിരുന്നോ നിന്നെ? ഇല്ല, ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു, അവനെടുത്തില്ല. കുറച്ച് തിരക്കാണ്, ഫ്രീ ആകുമ്പോ തിരിച്ചു വിളിക്കാന്ന് മെസ്സേജ് അയച്ചിരുന്നു. ഇതിപ്പോ എത്ര ദിവസമായി? അവ എവിടെയാണെന്നെങ്കിലും അറിയോ നിനക്ക്? അവ ഇങ്ങനെ വീട്ടിൽ പോലും വരാതെ. അവൻ എന്താ പറ്റിയത്? ഹലോ, അല്ല വരും, നീയോ? കേറി വാടാ. ഇതെന്താടാ ഒരു മുന്നറിയിപ്പില്ലാതെ? അതെന്താ മനുവേട്ടാ, മുൻകൂട്ടി അറിയിച്ചിട്ടാണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ? കുറെ ആയില്ലേ നിന്നെ ഒന്ന് കണ്ടിട്ട്, അതുകൊണ്ട് ചോദിച്ചതാണേ. അല്ല, നീ തനിച്ചാണോ വന്നേ? അതെ മനുവേട്ടാ, ഞാൻ തനിച്ചാ വന്നേ. മനുവേട്ടാ, മാനവ് എനിക്കറിയില്ല വരും. അവൻ എവിടെയാണെന്നോ എന്ത് ചെയ്യാണോ ആരുടെ കൂടെയാണോ ഒന്നും എനിക്കറിയില്ല. ആ, അതൊക്കെ പോട്ടെ. അല്ല, ആമി മോള് അവളെന്ത് പറയുന്നു? എന്നാലും വരും, നിനക്ക് ആമി മോളെ കൂടെ കൂട്ടിക്കൂടായിരുന്നോ? ഞാൻ ഇവിടേക്കാ വരുന്നതെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മുങ്ങിയത്. ആമി മോളെ കണ്ടിട്ട് ഒരുപാടായി. ആ, ഞാൻ മോളെ ഒന്ന് വിളിക്കുന്നുണ്ട്. അയ്യോ ഏട്ടത്തി, ചതിക്കല്ലേ. ആമി മോള് ദേവിയെ പറ്റി ചോദിക്കാറുണ്ടോ? ഇടയ്ക്ക് ചോദിക്കും. വരും, നിനക്ക് മറ്റൊരു വിവാഹത്തെ പറ്റി ചിന്തിച്ചൂടെ? അത് വേണ്ട മനുവേട്ടാ. എന്തുകൊണ്ട് പറ്റില്ല വരും? ആമിമോക്ക് ഇനി ഒരു അമ്മയുടെ പരിചരണം ആവശ്യമാണ്. ഏട്ടത്തി പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷെ ദേവിയുടെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ പറ്റാത്തോണ്ടാ. ഏട്ടത്തി ഒന്നും വരാറുണ്ടോ ഇവിടെ തൊഴാൻ? അങ്ങനെയൊന്നും വരാറില്ല, ഇടയ്ക്ക് മാത്രം.
ആ ചീട്ട് എഴുതിയിട്ട് വരാം. ആ ശരി ഏട്ടത്തി. അയ്യോ സോറി, കുട്ടി വരുന്നത് ഞാൻ കണ്ടില്ല. ചീട്ട് എഴുതുന്നിടത്ത് നല്ല തിരക്കുണ്ടായിരുന്നു, അത് താമസിച്ചത്. നീ തൊഴുതോ? ഡാ വരുൺ, വരുൺ, എന്താടാ? അതെ. എന്താട്ടത്തി? അത് ശരി, ഞാൻ പറഞ്ഞതൊന്നും അപ്പൊ കേട്ടില്ല. നീ തൊഴുതോന്ന്? ഇല്ല. ആ എന്നാ വാ നമുക്ക് തൊഴാം. അല്ല, ഇന്നലെ കണ്ട കുട്ടിയല്ലേ? തന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഞാൻ മറന്നുപോയി. കീർത്തനം. കീർത്തന എന്നും വരാറുണ്ടോ ഇവിടെ? ആ, പറ്റുന്ന ദിവസങ്ങളൊക്കെ വരാറുണ്ട്. എന്ന് ഞാൻ പൊക്കോട്ടെ. നിദയം കൊണ്ട് നീയും തന്നിദയം തരകാഹോ. കാണാൻ നല്ല ഐശ്വര്യം ഉണ്ടല്ലേടാ, നല്ല കുട്ടി. ഹലോ ആമി മോളെ. മനുവേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ഇതെന്താ മുൻകൂട്ടി അനുവാദമൊക്കെ ചോദിക്കുന്നു? എന്താ കാര്യം? അത് പിന്നെ മനുവേട്ടാ, ഞാൻ ഇന്നലെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ പറഞ്ഞിരുന്നു. ആ കുട്ടിക്ക് എന്താ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആ കുട്ടിയെ മാനവിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? അത് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല വെറുതെ. വെറുതെ എന്തിനാ ആ കുട്ടിയുടെ ശാപം കൂടെ വാങ്ങി വെക്കുന്നേ? അതെന്താ മനുവേട്ടാ അങ്ങനെ പറഞ്ഞേ? ഓ, അവർ ഉത്തരവാദിത്തം നടക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതല്ല വെറുതെ. പിന്നെന്താ? നോക്ക് മനുവേട്ടാ, അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ മാറിയേക്കാം. അവന്റെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വരാം. എനിക്ക് ഉറപ്പുണ്ട് മനുവേട്ടാ. മനുവേട്ട ഇതിനെ സമ്മതിക്കണം, എതിർപ്പൊന്നും പറയരുത്. നല്ല കുട്ടിയാ മനുവേട്ടാ, മനുവേട്ടനെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ മാനവനും. മനുവേട്ട ഒന്നും പറയണ്ട, എനിക്ക് ആ കുട്ടി നന്നായി ഇഷ്ടപ്പെട്ടു. മനുവേട്ടനും ഇഷ്ടപ്പെടും തീർച്ച. ഞാൻ ആ കുട്ടിയെപ്പറ്റി അന്വേഷിച്ചു. നല്ല കുട്ടിയാ മനുവേട്ടാ. പറയത്തൊക്കെ അങ്ങനെ ബന്ധുക്കളൊന്നുമില്ല. ഒരച്ഛനും ഒരനിയനും മാത്രമേ ഉള്ളൂ. അനിയൻ ചെക്കൻ ബാംഗ്ലൂർ പഠിക്കുക. പിന്നെ ആ കുട്ടിയുടെ ഒരു വരുമാനത്തിൽ ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. പാവങ്ങളാ മനുവേട്ടാ. പ്ലീസ് മനുവേട്ടാ, മനുവേട്ടനെ എതിർപ്പൊന്നും പറയരുത്. എന്റെ പറഞ്ഞ നീ ഇത് എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? ഇത് നോക്ക് വരുത, മാനവന്റെ സ്ഥാനത്ത് നീ വേറെ ആരെങ്കിലും പറ, ഞാൻ സമ്മതിക്കാം. മാനവ് വേണ്ട. ഒരു പക്ഷെ വരുണാണെങ്കിൽ പോലും ഞാൻ കണ്ണടച്ച് ഓക്കെ പറയും. പക്ഷെ മാനവ് അത് വേണ്ട വരുത, നീ അത് വിട്ടേക്ക്. മനുവേട്ടാ, മനുവേട്ടാ. ഏട്ടത്തി ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്ത് പറ്റി രാവിലെ തന്നെ ഒരു മൂഡ് ഓഫ്? മനുവേട്ടനായിട്ട് വഴക്കിട്ടോ? ഒന്നുമില്ലടാ. പറ ഏട്ടത്തി, എന്ത് പറ്റി? എന്നെ കൊണ്ടാവുന്ന സഹായം വല്ലതാണെങ്കിൽ ഞാൻ ചെയ്യാം. എടാ, നിനക്ക് കീർത്തനെ പറ്റി എന്താ അഭിപ്രായം? കീർത്തനയോ? അതാരേട്ടത്തി? ഓ ഇവൻ. എടാ, അന്ന് കാവിൽ വെച്ചൊരു കുട്ടിയെ കണ്ടില്ലായിരുന്നോ? ഞാനാകെ ഒരു തവണയല്ലേ ആ കുട്ടിയെ കണ്ടോളൂ. പിന്നെ കാണാനൊക്കെ നല്ല കുട്ടിയാ. എന്താ ഏട്ടത്തി? ആ കുട്ടിയെ നമ്മൾ മാനവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? അതേട്ടത്തി, ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടായില്ലല്ലോ. മാനവനും കൂടെ ഇഷ്ടാവണ്ടേ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. നീ മനുവേട്ടനോട് ഒന്ന് സംസാരിച്ചു നോക്ക്. ആ ഏട്ടത്തി, ഞാൻ മനുവേട്ടനോട് സംസാരിക്കാം. വെറുതെ സംസാരിച്ചാൽ മാത്രം പോരാ,
മനോട്ടിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. ആ ഏട്ടത്തി. മനുവേട്ട, എന്താ വരുൺ? മനുവേട്ട, നാളെ ഞാൻ പോകും. നാളെയോ? അതെന്താടെ ഇത്ര പെട്ടെന്ന്? അത് ആമി മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അതാ മനുവേട്ട. മനുവേട്ട, ഏട്ടത്തി എന്നോട് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. മറ്റൊന്നുമല്ല, മാനവിന്റെ. വരുൺ, കല്യാണക്കാരാണെങ്കിൽ സംസാരിക്കണമെന്നില്ല. അതല്ല മനുവേട്ട, ഏട്ടത്തി പറയുന്നതിലും കാര്യമുണ്ട്. മാനവനെ ഇങ്ങനെ വിട്ടാൽ മതിയോ? മാനവ് എന്ത് തെറ്റ് ചെയ്താലും അവനോട് ആരും ചോദിക്കില്ല എന്ന് അവനറിയാം. മനുവേട്ടൻ പോലും അവനോട് ചോദിക്കില്ല. ഞാൻ മനുവേട്ടനെ കുറ്റപ്പെടുത്തിയതല്ല. അവനിങ്ങനെ വിട്ടാൽ മതിയോ? അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനോട് ആരും ഒന്നും ചോദിക്കില്ല എന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുവേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവനിങ്ങനെ വിട്ടാൽ മതിയോ മനുവേട്ട? ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നാൽ അവൻ്റെ ജീവിതം തന്നെ മാറും മനുവേട്ട. നമുക്കൊന്ന് നോക്കാം. പെണ്ണ് അതവന്റെ ജീവിതത്തിൽ ഒഴിച്ചു കൊള്ളാനാവാത്ത ഒന്നല്ലേ? ഇവിടെ ട്രക്സ് എല്ലാം വലിച്ചു കയറ്റി അവ ഇവിടെ കാണിച്ചു കൂട്ടുന്ന എന്താണെന്ന് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ വരും. എല്ലാം നിനക്ക് അറിയാന്നുള്ളതല്ലേ? ഇതൊന്നും അറിയാത്തോണ്ടല്ല മനുവേട്ട. എത്രയൊക്കെ ആയാലും അവൻ മനുവേട്ടൻ്റെ അനിയനല്ലേ? അതെ, എനിക്കറിയാം അവ എൻ്റെ അനിയനാണ് എന്ന് കരുതി ഒരു പാവം കൊച്ചിന്റെ ജീവിതം ഞാനായിട്ട് ഇല്ലാതാക്കണമെന്നാണ് നീ പറയണത്. മനവിന്റെ കാര്യങ്ങളൊന്നും വരത്തേക്ക് അറിയില്ല. അറിയാമെങ്കിൽ അവൾ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. അവനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാത്ത ഒരൊറ്റ രാത്രി പോലും ഇല്ല വരും. ആകപ്പാടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് നീയും ആമിമോളും വരുമ്പോഴാണ്. അവൻ ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണാൻ വയ്യാത്തോണ്ടാ മനുവേട്ട. ഏട്ടത്തി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. അതാ ഞാൻ മനുവേട്ടനോട് വന്ന് പറഞ്ഞത്. മനുവേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ക്ലാസ്സിന് കയറുന്നുണ്ടോ അതോ ഉഴപ്പ് നടക്കുകയാണോ? ആ, അച്ഛനപ്പുറത്തുണ്ട്. ആ, വയ്യ, ഒന്നും പുറത്ത് കാട്ടുന്നില്ലെന്ന് മാത്രം. വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് വരണ്ട. അതിനു വേണ്ടി കുഴപ്പമൊന്നുമില്ല അച്ഛന്. ഞാനിവിടെ ഇല്ലേ. അയ്യോ കിരൺ, വേണ്ട, പറയണ കേക്ക്. ഇനി നീ ആ ക്ലാസ് കളഞ്ഞിട്ട് ഇനി വരണ്ട. കിരൺ, ആരോ വന്നെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് നിന്നെ വിളിക്കാം. ഞങ്ങൾക്ക് അകത്തേക്ക് വരാമോ? ആ, അകത്തേക്ക് വരൂ. ആരാ മോളെ അത്? ഇതെന്റെ അച്ഛനാണ്. നമസ്കാരം, ഞാൻ മാധവ് വർമ്മ. ഇതെന്റെ ഭാര്യ വരദ. വളച്ചു കെട്ടുന്നില്ല, വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നത് എൻ്റെ അനിയൻ മാനുവിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കീർത്തന മോളെ ചോദിക്കാനാ. ഇത്രയും വലിയ കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വരുന്നത് തന്നെ എൻ്റെ മോളുടെ വലിയൊരു ഭാഗ്യമാണ്. ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല സാർ, അവളല്ലേ. അവളുടെ ജീവിതമല്ലേ. അവളോടൊന്ന് ചോദിച്ചിട്ട്. അത് ശരിയാണ്. കീർത്തനയോടും കൂടി ചോദിച്ച് അവൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോവാം. ഞങ്ങൾ പറഞ്ഞതൊക്കെ മോള് കേട്ടല്ലോ. മോക്ക് എതിർപ്പൊന്നുമില്ലെന്ന് കരുതിക്കോട്ടെ. മോള് മാനവനെ കണ്ടിട്ടില്ലല്ലോ. ഏതായാലും അടുത്തൊരു ദിവസം മാനവനെയും കുട്ടി ഞങ്ങൾ വരുന്നുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? അവരെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ പിന്നെ അന്ന് കാവൽ വെച്ച് കണ്ട ആളാരാ? അയാളല്ലെങ്കിൽ പിന്നെ ആരാ?
നീ ഇത് എവിടെയാ? എന്താ ഏട്ടത്തി, കാര്യം പറ. എത്ര ദിവസം ഇവിടുന്ന് പോയിട്ട് ഈ ഏട്ടനെ ഏട്ടത്തെയും വേണ്ടാതായോ? എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ കുറച്ച് തിരക്കായി പോയോണ്ടല്ലേ വിളിക്കാത്തേ. എന്ത് തിരക്കാ നിനക്ക് ഇവിടെ? ഒരു ഫോൺ ചെയ്താൽ പോലും സംസാരിക്കാൻ പറ്റാത്തത്ര തിരക്കാണോ നിനക്ക്? അത് ഏട്ടത്തി ഇവിടെ നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ദേ നോക്ക് മാനവ്, ഞാൻ 2 ദിവസം കൂടി നിനക്ക് സമയം തരും. അതിനുള്ളിൽ നീ ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഏട്ടനെ ഏട്ടത്തെ നീ അങ്ങ് മറന്നേക്ക്. കീർത്തി, കേട്ടിടത്തോളം ഈ മാനവ് എന്ന് പറയുന്ന ആള് അത്ര വെടുപ്പല്ല. ആളൊരു ഫ്രോഡാണെന്നാ കേട്ടത്. ഈ ആലോചന വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും ഒരു നല്ലത്. നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഇത് ഒഴിവാക്കേണ്ടത്? അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില. പിന്നെ കിരണിനോട് ചോദിച്ചപ്പോ നല്ല ആലോചന ആണെങ്കിൽ നടത്താനാ അവനും പറയാനേ. കീർത്തി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഞാൻ അറിഞ്ഞ കാര്യം നിന്നോട് പറഞ്ഞേ ഉള്ളൂ. ഏതായാലും അവർ വന്നു പോട്ടെ. അത് കഴിഞ്ഞ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. പിന്നീട് കിടന്ന് ദുഃഖിക്കണ്ടല്ലോടി, അതുകൊണ്ട് പറഞ്ഞതാ. ഏട്ടത്തി അത് പിന്നെ എന്റെ ഏട്ടത്തി വിളിച്ചാ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? സോപ്പിടിയിലൊന്നും വേണ്ട, അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. അല്ല, എന്തിനാ എന്നെ ഇത്ര അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? ഒക്കെ പറയാം, അതിന് ചെന്ന് കുളിക്ക്. ഇതെന്ത് കോലമാടാ? ശരി, കുളിച്ചു വെക്കാം. നീ കുളിച്ചു വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. അങ്ങനെ എന്തെങ്കിലും പറ്റില്ല, നല്ല കാര്യമായിട്ട് തന്നെ പോരട്ടെ. ഓ, എത്ര നാളായി എന്റെ ഏട്ടത്തിന്റെ കൈ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട്. ഏതായാലും ഏട്ട ഭാഗ്യം ചെയ്ത ആളാട്ടോ, ഡെയിലി ഇതുപോലെ ഫുഡ് കഴിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കേ, അപ്പൊ നിനക്കും ഡെയിലി ഇതുപോലെയുള്ള ഫുഡുകളൊക്കെ കഴിക്കാമല്ലോ. ചിരിക്കണ്ട, കാര്യമായിട്ട് പറഞ്ഞതാ. ഞാനും ഏട്ടനും നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നിന്റെ കാര്യമില്ലേ, നിന്റെ സങ്കല്പത്തിലെ കുട്ടി എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. ഏതായാലും നീ പോയി ഒന്ന് കണ്ടു നോക്ക്. നിനക്ക് ഇഷ്ടാവൂന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. മനുവേട്ടൻ വന്നെന്ന് തോന്നുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഏതായാലും ഒരു പെണ്ണല്ലേ, കണ്ടു കളഞ്ഞേക്കാം. മോളെ, എന്താ മോളെ ഇത്? നിനക്ക് നന്നായി ഒരുങ്ങി നിന്നൂടെ? അവരൊക്കെ വരാറായില്ലേ? അല്ല, എന്താ പറ്റി എന്റെ മോക്ക്? കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ, എന്ത് പറ്റി? ഒന്നുമില്ല അച്ഛാ, കണ്ണിലെന്തോ പോയി, അതാ. ഇതാ അവര് വന്നു. അച്ഛൻ അന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. എന്റെ മോള് സന്തോഷമായിട്ടിരിക്കണേ. വരൂ ഇരിക്കേ. എന്താ മോളുടെ മുഖം വല്ലാതിരിക്കണേ? ടെൻഷനാണോ? ടെൻഷൻ ഒന്നും വേണ്ട, മോള് വാ. ആഹാ, മോള് വന്നല്ലോ. മതിയുടെ നോക്കിയത്. ഇനി ഇവനോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല പെണ്ണിനെ ഇഷ്ടപ്പെട്ടോന്ന്. അവന്റെ ചിരിയിൽ തന്നെ ഉണ്ട്. ഇവർക്ക് രണ്ടാൾക്കും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ടെന്നാ എന്റെ ഒരു അഭിപ്രായം. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? അച്ഛൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറ മോളെ, അച്ഛന് പേടിയാവുന്നു. നമുക്ക് ഈ ബന്ധം വേണ്ട അച്ഛാ. എന്താ മോളെ നീ പറയണേ? നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധോ ഇപ്പൊ നിനക്ക് കിട്ടിയിരിക്കണേ. അതിനെ തട്ടിത്തെറിപ്പിക്കുക വേണ്ടേ? അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. ഈ വലിയ വീട്ടിലെ ബന്ധമൊന്നും നമുക്ക് വേണ്ട അച്ഛാ. മോളെ, എല്ലാരെയും അങ്ങനെ കാണണ്ട. അവർക്ക് എന്ത് നല്ല കൂട്ടരാ. ആ പയ്യനും കൊള്ളാം. അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. അച്ഛാ, ഞാൻ പറയുന്ന കേക്ക്. നമുക്കിത് വേണ്ട അച്ഛാ. എനിക്കെന്തോ ഇത് നല്ലതായിട്ട് തോന്നുന്നില്ല. മോളെ കീർത്തി, നമുക്കിത് വേണ്ട അച്ഛാ.
വേറെ ഏതാലോചന വന്നാലും എനിക്ക് സമ്മതം. പക്ഷെ ഇത് വേണ്ട അച്ഛാ. ശരി, ഞാൻ എൻ്റെ കുട്ടിയെ നിർബന്ധിക്കുന്നില്ല. എനിക്ക് വലുത് എൻ്റെ മോളുടെ സന്തോഷം. ഏട്ടത്തി മനുവേട്ട ഓഫീസിൽ പോയോ? ആ, ഏട്ടൻ പോയി. മനു, നീ ഇന്നലെ പെണ്ണ് കാണാൻ പോയ കുട്ടിയില്ലേ? അവിടുന്ന് വിളിച്ചിരുന്നു. അവർക്കെന്തോ ഈ ബന്ധത്തിനോട് താല്പര്യമില്ലാത്രേ. നിനക്ക് വിഷമായോ? ഏയ് ഇല്ല ഏട്ടത്തി. അല്ലെങ്കിൽ തന്നെ ഏട്ടത്തി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കുട്ടിയെ വന്ന് കണ്ടത്. എന്നാലും നല്ല കുട്ടിയായിരുന്നു. വിട്ടേക്ക് ഏട്ടത്തി, അവർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോൾ കല്യാണ പ്രായമൊന്നും ആയിട്ടില്ല. കുറച്ച് നാളും കൂടെ ഞാൻ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കട്ടെ എൻ്റെ ഏട്ടത്തി. ഹലോ, നീ എവിടെ ഉണ്ട്? ഇപ്പോൾ ഫ്രീ ആണോ? ആ, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ഹലോ കീർത്തന. താനെന്താണ് ഇവിടെ? അച്ഛാ, അച്ഛാ. നീ ഇനി എത്ര ഒച്ചയിട്ടാലും അയാൾ എണീക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്താ എൻ്റെ അച്ഛനെ ചെയ്ത്? അച്ഛാ, അച്ഛാ. നിക്കടി അവിടെ. ഇതുവരെ ഞാൻ നിന്റെ അച്ഛനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ വേണ്ടി വന്നാ എനിക്കറിയില്ല, ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കും. പ്ലീസ്, എൻ്റെ അച്ഛനൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറയാം. അതിനു മുന്നേ നീ എന്തിനാ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്നറിയാം? പറ. നിങ്ങളെപ്പോലെ ഒരാളെ എനിക്ക് വേണ്ട. അത് തന്നെ കാരണം. എന്നെ പോലെ ഒരാളെ വേണ്ടെന്ന് പറയുമ്പോ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയില്ലേ? അപ്പോ എന്നെ പറ്റി എല്ലാം അറിഞ്ഞു. അതുകൊണ്ടാണ് മോൾ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചത് അല്ലേ? എന്നെ പറ്റി എല്ലാം നീ അറിഞ്ഞ സ്ഥിതിക്ക് ഞാനായി തന്നെ നിന്റെ മുന്നിൽ നിൽക്കാം. വെറുതെ എന്തിനാ ഓവർ ആക്ടിങ് ചെയ്ത് സമയം കളയുന്നു? ഇനി ഞാൻ വന്നത് എന്തിനാണെന്ന് പറയാം. നിനക്ക് ഞാനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതമാണെന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞേക്കും. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളോട് സംസാരിക്കുന്നത് പോയിട്ട് നിങ്ങൾ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. എനിക്കൊന്നല്ല, വേറെ ഒരു പെണ്ണിനും നിങ്ങളെ ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടണ്ട, എന്നെ ആരും ഇഷ്ടപ്പെടണ്ട. അല്ലെങ്കിൽ തന്നെ എനിക്ക് വിവാഹത്തിനൊന്നും ഒട്ടും താല്പര്യമില്ല. പിന്നെ എന്തിനാ ഈ രാത്രിയിൽ വന്ന് എന്നെ എങ്ങനെ ശല്യം ചെയ്യുന്നത്? ശരി, കല്യാണത്തിന് ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. നമുക്ക് കല്യാണം വേണ്ടാന്ന് വയ്ക്കാം. പക്ഷേ ഒരൊറ്റ രാത്രി ഇന്നെങ്കിലും സമ്മതമാണോ? താനെന്താ മനുഷ്യനാണ്? നിനക്ക് ഞാൻ 2 ചാൻസ് തന്നു. ഒന്ന് ഈ കല്യാണത്തിൽ സമ്മതിക്കുക, അല്ലെങ്കിൽ രാത്രി എന്നോടൊപ്പം. നിനക്ക് രണ്ടിനും താല്പര്യമില്ല. അപ്പൊ പിന്നെ ഞാനെന്താ ചെയ്യാം? എനിക്കാണെ എന്നെ വല്ലാണ്ട് അങ്ങ് ബോധിക്കുകയും ചെയ്തു. ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു അനിയനില്ലേ നിനക്ക്? എന്താ പേര്? കിരൺ അല്ലേ? അവനൊന്നും ചെയ്യരുത്, പ്ലീസ്, ഒന്നും ചെയ്യരുത്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ ഒരൊറ്റ രാത്രി ഞാൻ വെറുതെ ഇട്ടേക്കാം. സമ്മതമാണോ നിനക്ക്? എന്തിനാ ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കും? അതിന് വേണ്ടി എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്ത്? അവനൊന്നും ചെയ്യരുത്. നീ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു ഇല്ല. നിന്നോട് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചു. പക്ഷെ എന്ത് ചെയ്യണം? നിനക്ക് വാശി.
ഞാൻ നോക്കട്ടെ. നിനക്ക് നിന്റെ വാശിയാണോ വലുത്, അത് നിന്റെ അനിയനോ? ഇതിന് എനിക്കൊരു ഫോൺ കോൾ പോയാൽ മാത്രം മതി. പിന്നെ നിന്റെ അനിയൻ വേണ്ട വേണ്ട പ്ലീസ്. നിങ്ങൾക്ക് എന്നല്ലേ വേണ്ടത്? ശരി, ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം. അവനെ വെറുതെ വിടും. ഗുഡ്. അപ്പോൾ നിനക്ക് നിന്റെ അനിയനാണ് വലുത്. ഞാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു. ഇനി അവനെ വെറുതെ വിട്ടു. എൻ്റെ ആവശ്യം നടക്കാൻ ഞാൻ എന്ത് വൃത്തിയായിട്ടൊക്കെ കളിക്കും. അവനത് ഇപ്പോൾ മനസ്സിലായോ? എനിക്ക് സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. എന്നാ ഓക്കെ. കല്യാണത്തിന് തയ്യാറായിക്കോന്ന് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞുള്ള നൈറ്റ് റെഡി ആയിക്കോ.